അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളൂ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്കം വിട്ട് ഒരു 12 മണിയാവോളം തിരക്കോട് തിരക്കി കേട്ടോ. മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കഴുകിക്കാണ്ട് അരിഞ്ഞെടുക്കാണ്ട് കേട്ടോ. മൺചട്ടിയിലിട്ട് കാണാണ് വെക്കുന്നത്. അപ്പോൾ കടർത്ത് കാണ്ട് നമ്മൾ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടാവണ്ടേ അധികം എരിവൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഇത് മധുരമല്ലേ കഴിക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സിമ്മിലിട്ട് കണ്ട് വേവിച്ചാണ് കേട്ടോ. ആക്കം പോലെ കണ്ട് വെന്താൽ മതി. അപ്പോൾ നമുക്ക് പച്ചക്കറി ഉണ്ട് കേട്ടോ. തക്കാളിയും വെണ്ടയ്ക്കുണ്ട്. അപ്പോൾ അത് വെച്ച് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്നലെ കൊടുന്ന് വെച്ചതേനും ഫ്രിഡ്ജിൽ വെച്ചേക്കാനും. അപ്പോൾ അതിന് നല്ലതുപോലെ കേൾക്കാൻ വേണ്ടി കണ്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കിടന്നോട്ടെ. അപ്പോൾ അതിനെന്താ നമ്മൾ ഉപ്പേരിയൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയും കുട്ടിയും അവിടെ കളിക്കുകയാണ്. അവനെ കളിച്ചെടുക്കാനൊരു മടി, അതുകൊണ്ട് ഞാൻ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളത് വെള്ളം വാരാൻ വെക്കണ്ട കേട്ടോ. പച്ചക്കറി അത് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് ശരിക്കും ശ്രദ്ധിച്ചാണ് കേട്ടോ അരിയണത്. സാമ്പാറിന് അരിയണ മാതിരി തന്നെയാണ് വെണ്ടയ്ക്ക അരിഞ്ഞ് വെക്കുന്നത്. ചെറുതാക്കി അരിയണം കേട്ടോ. ഇവിടെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കാണാൻ എല്ലാവർക്കും തൃപ്തി കേട്ടോ. അപ്പോൾ അതുപോലെയാണ് കാട്ടുന്നത്. അപ്പോൾ രണ്ടും തന്നെ അരിഞ്ഞ് വെച്ച് മസാല തീമക്കാണ്. മഞ്ഞളും മുളകും മല്ലിയിട്ട് കണ്ടാണ് ഇവിടെ ആദ്യം തീം വെക്കൽ. പലരും പല രീതിയിലല്ലേ തക്കാളി വെണ്ടയ്ക്കും കട ഇറക്കൽ. ചിലരോട് കടു വറുത്ത് കാണ്ട് തക്കാളി ഇട്ടിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇടും, പിന്നെ മസാല ഇടും. അങ്ങനെയൊക്കെ തന്നെ പല രീതിയിലും പല വെപ്പാണല്ലേ. നമ്മളിവിടെ മസാലകൾക്ക് വേവിച്ചിട്ട് പിന്നെയാണ് കേട്ടോ വെണ്ടയ്ക്കും തക്കാളി ഇടൽ. ആദ്യം തക്കാളി ഇടും, അത് വെന്ത് വന്നതിന് ശേഷം പിന്നെ വെണ്ടയ്ക്ക ഇടലാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള മഞ്ഞളും മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് മുളകാണ് കേട്ടോ. നേരത്തെ ഇട്ടത് ഒരു സ്പൂണിലിട്ടില്ലേ, അത് ചുവന്ന മുളക് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇവിടെ മുളക് പൊടി കഴിഞ്ഞിക്കണ്. അപ്പോൾ പിന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിന് പൊടിച്ചാൻ വേണ്ടി കൊടുന്ന് വെച്ചേക്കണ്. അത് ഉണക്കിക്കാണ്ടൊക്കെ അല്ലേ, അതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ കുറച്ച് മുളക് ഇങ്ങനെ അരച്ചുകാണ്ട് വെച്ചേക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ എടുക്കാൻ എഴുതിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പോൾ ഒരുമിച്ച് അരച്ചുകാണ്ട് വെച്ചാലും കേട് വരുന്നില്ല. 4-5 ദിവസമൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പുളിയൊക്കെ കേൾക്കുകയാണ്. പിന്നെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ടാണ് കേട്ടോ ഒരു കൈ കൊണ്ട് പിന്നെ എല്ലാ ഇതും കാട്ടണത്. നമുക്ക് ട്രൈപ്പോഡൊന്നുമില്ല വെക്കാൻ. ഇത് മല്ലിയാണ് കേട്ടോ. മല്ലി ഇത് വറുക്കാൻ വേണ്ടിക്കാണ്ടാണ്, നോമ്പിന് വേണ്ടി പൊടിച്ചാൻ വേണ്ടിക്കാണ്ടേ വറുത്ത് പൊടിച്ചാൻ വേണ്ടി ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ അത് കഴുകിയതാണ് കേട്ടോ. വെള്ളം ദൂരാൻ വേണ്ടിക്കാണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വെന്ത് വന്നിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ അരക്കുകയാണ്. ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കാണാം കേട്ടോ തേങ്ങ അരക്കണത്. ഇതിൻ്റെ അടിയിൽ നമ്മൾ നനച്ചുള്ളിപ്പണി ഉണ്ട് കേട്ടോ. അതൊന്നും നല്ല ജോറായിക്കാണ് നടക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തരും ഓരോ പണികൾ എടുത്തുകൊണ്ട് നിന്നാൽ വേഗം കഴിയുമല്ലോ. നനച്ചുള്ളിപ്പണി അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരച്ച കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ നനച്ചുള്ളിപ്പണി ഏതും വരെയായി? ഈ നനച്ചുള്ളിപ്പണി എന്ന് പറഞ്ഞ സാധനം നമ്മൾ നോമ്പ് വരെ ഉണ്ടാവില്ലേ, നോമ്പിൻ്റെ തലേന്ന് വരെ എടുക്കും നമ്മൾ നനച്ചുള്ളിപ്പണി എന്ന് പറഞ്ഞാണ്ട്. അത് എത്ര എടുത്താലും തീരൂല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ, എന്തെങ്കിലും ഉണ്ടാവും പിന്നെയും ഇങ്ങനെ എടുക്കാൻ വേണ്ടിക്കാണ്ട്. ഇപ്പം ഈ വെയിലും പൊടിയൊക്കെ ആയതുകൊണ്ടേ എത്ര എടുത്താലും കാണൂലല്ലേ. ആകെ പൊടി പാറിക്കൊണ്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര തോത്തിക്കാണ്ടും നനച്ചുണ്ടാക്കിയിട്ടാലും പിന്നെ അതുപോലെ പൊടി പാറിക്കൊണ്ട് തന്നെ നിൽക്കേക്കണം. മീൻ കിട്ടിയിട്ടുണ്ട്. 12 മണിയാവും കേട്ടോ ഇവിടെയൊക്കെ മീൻ കിട്ടുമ്പോൾ. കുറേ വൈകിട്ട് ഇവിടെയൊക്കെ മീൻ കിട്ടാറ്. ചിലപ്പോൾ നമ്മൾ കുളിയും കഴിഞ്ഞിട്ടുണ്ടാവും. കുളി കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാനൊരു വെറുപ്പല്ലേ കാരണം അത് മീൻമ തൊട്ടാൽ പിന്നെയും കുളിക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും നേരത്തെ വാങ്ങാൻ നോക്കും. അല്ലെങ്കിൽ തന്നെ അടുത്ത ദിവസത്തേക്കെല്ലാം കൂടി വാങ്ങി വെക്കലാണ് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെക്കലാണ്. പിന്നെ പിറ്റേ ദിവസം നേരത്തെ തന്നെ എടുത്തുകാണ്ട് ഇതാക്കിയാൽ മതിയല്ലോ, നന്നാക്കിക്കാണ്ട് പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതാ ചോറും ബീട്രൂട്ട് ഉപ്പേരിയും വെണ്ടയ്ക്കും തക്കാളി കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മീൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ നല്ലൊരു ഊണായിരുന്നു തൊണ്ണത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളൊരു കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം.